ഹലോ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പൂരത്തിൻ്റെ തലേദിവസത്തെ വീഡിയോ ഇട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനൊപ്പം തന്നെ ഞാൻ ഉണ്ണിപ്പാണ് കഴിക്കുന്നത്. അപ്പോൾ നൂലപ്പും ഇഷ്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അമ്മ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നിട്ടുണ്ട്. ഞാൻ പോയില്ലേ, രാവിലെ നേരത്തെ എണീക്കാനുള്ള മടിയുണ്ട്. പിന്നെ പൂരം കാണാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയുടെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. അതിൻ്റെ ഇടയിൽ നമ്മുടെ പൂരം എഴുന്നള്ളിച്ച് പോയി ഇതാ തിരിച്ചു വരികയാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അവിടേക്ക് പൂരം എഴുന്നള്ളിക്കാനായിട്ട് പോവും. അതൊക്കെ കഴിഞ്ഞ് കണ്ടുവന്ന് ഞാൻ ഇടയിൽ ഫുഡ് കഴിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് മാഷിയൊക്കെ വന്നു. ഇപ്പോൾ ഇതാ വീട്ടിൽ ഈ ബാക്കിൽ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നത് നമ്മുടെ പഴയ വീടാണ് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ പരിപാടി കാണാൻ പോയി. ഇത് എൻ്റെ അച്ഛൻ്റെ ടീമാണ്. അവർക്ക് സെൻട്രൽ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അപ്പോൾ അവരിങ്ങനെ പൂരത്തിന് കലാപരിപാടികൾ കൊണ്ടുവരും. അപ്പോൾ അവർക്ക് തന്നെ ഒരേപോലത്തെ കോസ്റ്റ്യൂമൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കലാരൂപങ്ങളും പിന്നെ ശിങ്കാരിമേളൊക്കെ ആയിരുന്നു. പിന്നെ അതായത് ഉണ്ട് പൂച്ച സാർ. ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ കൊടകര ഷഷ്ടിക്ക് കണ്ടിരുന്നു, തൃശ്ശൂർ കൊടകര ഷഷ്ടിക്ക്. അതിൻ്റെ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ അവർ കാണുമ്പോൾ നമ്മുടെ അടുത്ത് ഷേക്കിൻ്റെ തരും, ഹായ് പറയുകയൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ അനിയൻ്റെ ക്ലബ്ബുണ്ട്, ഇതിൻ്റെ ചേട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവർ ഭാരതീയം കലാവിധി എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവർക്ക് ഉള്ള പരിപാടിയാണ് അത്, ബാൻഡ് സെറ്റും കാവടിയും പിന്നെ അതൊരു സ്പെഷ്യൽ പുലിയൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ കോസ്റ്റ്യൂമാണിത്, അവരുടെ സൈനാണിത്, ഭാരതീയം കലാവിധിയുടെ കഥകളി. ഇത് എൻ്റെ ചേട്ടൻ്റെ മൂത്ത കുട്ടിയാണ്. അപ്പോൾ അവൻ എന്താ പൂച്ചയുടെ അടുത്ത് പോയിരിക്കുകയാണ്. പൂച്ചകളൊക്കെ റെസ്റ്റ് ചെയ്യാനിരിക്കുകയാണ്. ഇതിങ്ങനെ നമ്മുടെ നാടിൻ്റെ ഓരോ സൈഡിൽ കൂടിയും ചുറ്റി അങ്ങനെ വരുന്നത്. വന്നു നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് മിത്തുസ്. അങ്ങനെ അവളെയൊക്കെ കണ്ടു, അവളുടെ അടുത്തൊക്കെ സംസാരിച്ച് അങ്ങനെ പിന്നെ ഓരോരോ കമ്മിറ്റികളുടെ പരിപാടികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരാളുടെ ഭയങ്കര ഡാൻസൊക്കെ ഉണ്ട്. ചിഞ്ചു പാട്ട് വെക്കി, ഞാൻ ഡാൻസ് കളിക്കാമെന്ന് പറയുമായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോ ടീമിൻ്റെ പരിപാടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കിത് കാണാൻ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട് സെൻറ്ററിൽ തന്നെ ആയതുകൊണ്ട് വീടിൻ്റെ ഉമ്മർത്തിരുന്നാൽ നമുക്ക് എല്ലാം കാണാം. പിന്നെ വൈകുന്നേരമായപ്പോൾ പിന്നെ ഭയങ്കര കളർഫുള്ളായിരുന്നു. ഇത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവില്ല ഈ പോപ്പപ്പ്, ഇങ്ങനെ നിറയെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുള്ള ഇങ്ങനെ കുറേ കലാരൂപങ്ങൾ. ഇതിനിപ്പോൾ തെയ്യം എന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ തന്നെ വേറെ പല വേർഷൻസ്. അപ്പോൾ രാത്രി നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറേ നേരം അമ്പലത്തിലൊക്കെ അങ്ങനെ ഇരുന്ന്. രാത്രി ഇവിടെ പറയുണ്ട്, വലിയ പറയാണ്. അതാണ് ഞങ്ങളുടെ അമ്പലത്തിലത്തെ വേറൊരു പ്രത്യേകത. പിന്നെ ഒരുപാട് പേര് വന്ന് അമ്പലത്തിൻ്റെ നടക്കിൽ ഇങ്ങനെ പറ വയ്ക്കും. ഒരുപാട് സാധനങ്ങളുണ്ടാവും, ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് അങ്ങനെ ഇത്തവണത്തെ പൂരം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി.